ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാടിൻ്റെ അഭിമാനവും മുൻ MP-യുമായിട്ടുള്ള ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ, മറ്റു ഈ സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രയാങ്കളിൻ്റെ സംസ്ഥാന ചെയർമാൻ, NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ പ്രിയപ്പെട്ട NA മുഹമ്മദ് സർ, ഈ സംഗമത്തിൽ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട CPIയുടെ നേതാവും ഉജ്ജ്വല പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ അജിത് കൊളാടി, മറ്റിവിടെ സംഗമത്തിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഒക്ടോബർ 2 നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളേവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ലോകം ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി എന്ന് പറയുന്ന നാം. അഹിംസയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമാധാനവും നമ്മുടെ നാടിൻ്റെ മഹത്തായ ആശയവും പ്രചരിപ്പിച്ച് നടന്നു നീങ്ങിയ മഹാനായ മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ കർമ്മപഥത്തെ കൂടുതൽ പ്രോജ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ. ഇന്ന് കേരളത്തിലെ പ്രയാങ്കളിൻ്റെ ആഭിമുഖ്യത്തിൽ 4 കേന്ദ്രങ്ങളിലായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതുമായ പരിപാടികൾ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തും തൊടുപുഴയിലും എറണാകുളത്തും പട്ടാമ്പിയിലും കോഴിക്കോടുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ പ്രത്യേകത, ഇതിൻ്റെ ആവശ്യകതയെല്ലാം പ്രയാങ്കളിൻ്റെ സംസ്ഥാന ചെയർമാൻ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഉപരിയായിക്കൊണ്ട് ഒന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈയൊരു സ്മൃതി സംഗമത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ NA മുഹമ്മദ് കുട്ടി സാർ, അദ്ദേഹം ഒരു ആശയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങളോടായി പറഞ്ഞത്, ഈ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവനും കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഗാന്ധി തൊപ്പി അണിഞ്ഞുകൊണ്ടാണ് അണിചേരേണ്ടത് എന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ, അത് എന്തിനാണ് എന്ന് പലരും ചോദിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്ത്, അതിൻ്റെ പരമായിട്ടാണ് ഇത്തരത്തിലുള്ള കറുത്ത വസ്ത്രം ധരിച്ച് ഗാന്ധി തൊപ്പി അണിഞ്ഞ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇന്ന് മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോഴും, മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ എല്ലാം ഇന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോഴാണ് അത്തരത്തിലുള്ള ചിത്രശക്തികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് കറുപ്പ് വസ്ത്രം ധരിച്ച് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഒട്ടും പോറലേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ ഈ മഹാത്മാഗാന്ധിജിയുടെ തൊപ്പി അണിഞ്ഞതുകൊണ്ട് നമ്മൾ ഇത് ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുകയാണ്. അതുകൊണ്ട്
നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ സംഗമത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരുപാടേറെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള നേതാക്കന്മാർ നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്രയാങ്കളിൻ്റെ സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട എന്നെ മുഹമ്മദ് കുട്ടി സാർ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ ഈ സ്മൃതി സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി അതിൻ്റെ ഒരു പ്രചാരകനായി ഇന്ന് നാടുകളിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി കാണുന്ന പ്രിയപ്പെട്ട മുൻ MP പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ, ചിന്തകൻ, പ്രഗത്ഭനായ നിയമസഭാ സാമാജികനുള്ള അവാർഡ് പോലും നേടിയ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട KNA ഖാദർ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന CPIയുടെ നേതാവും പ്രമുഖ പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ അജിത് കൊളാടി, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട പട്ടാമ്പിയിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട CP മുഹമ്മദ് മുൻ MLA ആണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തായി പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട PJ ആന്റണി സാർ, അദ്ദേഹം നമ്മുടെ ഈ സംഘാടക സമിതിയുടെ സംഘടനയുടെ സംസ്ഥാന കൺവീനർ കൂടിയാണ്. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി സാറിന്റെ കൂടെ ഒരു നിഴലായി പ്രവർത്തിച്ച് നമ്മുടെ ഈ സംഘടനയ്ക്ക് കൂടുതൽ കരുത്തും ഊർജവും പകർന്നുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തുന്ന പ്രിയപ്പെട്ട KSUവിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി AK സഹൽ, ഷാജിർ ആലത്തിയൂർ, TP ഷാജി നമ്മുടെ ഈ നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ ശ്യാം പറമ്പിൽ, പ്രിയപ്പെട്ട മാനുക്ക വളാഞ്ചേരി, CK അഷ്റഫ് തുടങ്ങി ഒരുപാടേറെ വ്യക്തിത്വങ്ങൾ ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട KA ജബ്ബാർ സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.